ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും അഭിനന്ദ പിതാവേ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, സാർവത്രിക സഭയുടെ സംരക്ഷകനായി വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം ജൂബിലി വർഷത്തിൽ സാർവത്രിക സഭ അദ്ദേഹത്തിൻ്റെ വർഷം ആചരിക്കുന്നു. നമ്മുടെ മുണ്ടക്കയം മേഖലയിൽ ഈ വർഷാചരണത്തിൻ്റെ മഹോന്നതി എന്ന നിലയിൽ ഇന്ന് പ്രൊപ്പോസ് സെൻറ് ജോസഫ് ഇടവകയിൽ നമ്മൾ ഒന്നുചേർന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ഇവിടെ ഒന്നുചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ അഭിമന്യ സെബാസ്റ്റ്യൻ തെക്കേപ്പിച്ചേരി പിതാവ് സന്തോഷപൂർവ്വം വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഭക്തിയിൽ നമ്മൾ ഒന്നുചേർത്തിരിക്കുന്നു. അഭിമന്യ പിതാവ് എത്തിച്ചേർന്നു. മുണ്ടക്കയം മേഖലയിലെ ഇടവകളിൽ നിന്നുള്ള വൈദികരെല്ലാവരും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇടവകളിൽ നിന്നും പ്രതിനിധികളായിട്ട് ഔസേപ്പ് പിതാവിൻ്റെ നാമം സ്വീകരിക്കാൻ ഭാഗ്യപ്പെട്ടവർ വന്നു ചേർന്നിരിക്കുന്നു. പ്രൊപ്പോസ് ഇടവകയിൽപ്പെട്ട എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
നമ്മുടെ കൊറോണ വികാരി Isaac so beautiful sister. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, അസ്യപിതാവിന്റെ വർഷാചരണത്തിന്റെ മേഖലാതലത്തിലുള്ള സമാപനങ്ങൾ ഇന്ന് ഈ മേഖലയിലെ ആഘോഷത്തോടെ പരിസമാപ്തിയിലെത്തുകയാണ്. കഴിഞ്ഞ മേഖലയിലെല്ലാം 4 മണിക്കായിരുന്നു. ഇവിടെ ഈ 4 മണിക്കാണെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. മറ്റൊരു സമയം അറിഞ്ഞില്ല. ദയവീത് 1 മണിക്കൂർ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തുതന്നെ മാത്രം വെച്ചിരുന്നു. ആർക്കാണ് വെച്ചത് എനിക്കറിയില്ല. എന്നോട് 4 മണിക്കാണ് എത്തേണ്ടത് പറഞ്ഞത്. ഞാൻ 4 മണിക്കൂർ ക്ഷമിക്കുക. നമ്മൾക്ക് പിതാവിൻ്റെയും അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ നാമത്തിലുള്ള ഇടവകയും ദേവാലയവുമാണിത്. എൻ്റെ സഹപാഠി കൊച്ചിയിൽ മുതലുള്ള ഒരച്ഛൻ ഇവിടെ വന്ന് കുറച്ച് സ്വാതന്ത്ര്യത്തിനോടൊത്ത് താമസിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇത്രയും ശാന്തസുന്ദരമായ പ്രശാന്തമായ ഒരു സ്ഥലം എനിക്ക് വളരെ സന്തോഷം. അദ്ദേഹം കൊച്ചിയിൽ വരുമ്പോൾ അത് വേറൊരു അന്തരീക്ഷമാണ്. അങ്ങനെ ഈ പ്രപ്പോസ് പിതാവിൻ്റെ നാമത്തിലുള്ള വീര്യമായി നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ പിതാവിൻ്റെ ഉന്നതങ്ങൾ മഹത്വത്തിൽ അംഗീകരിക്കുവാൻ ആദരിക്കുവാൻ ദൈവം തന്ന ഒരു നല്ല അവസരമായി അനുഗ്രഹമായി ഇതിനെ നമുക്ക് എടുക്കാം. ബന്ധങ്ങളെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എല്ലായിടത്തും നല്ല അനുകൂലമായ കാലാവസ്ഥയാണ് ഈ മേഖല നമുക്ക് ലഭിച്ചത്. ഇന്നലെയാണെങ്കിലും ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് മാത്രം ശക്തമായ മഴയായിരുന്നു. മാരാമെന്ന് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ വിവരമൊക്കെ നടന്ന് ശാന്തമാണ്. നമുക്ക് ഈ വിശുദ്ധന്റെ ശക്തമായ കാര്യങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിന്റെ നാഥനായ യോസേഫിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഔസേപ്പിനെ വിശുദ്ധ ഔസേപ്പ് വഴി ശക്തമായ മാധ്യസ്ഥം വഴി നിരവധിയായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിനെല്ലാം യോഗ്യനാകേണ്ടതിന്
നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷയാലും ഞാൻ പലരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും ശിഷ്യരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ അഭിഷിക്തന്റെ ആഗമനവേളയിൽ സൽപ്രവർത്തികളോടെ അങ്ങേ വലതുഭാഗമൊഴിയണഞ്ഞ് സ്വർഗരാജാവാസപ്പെടുത്തുന്നതിന് യോഗ്യരാകാൻ വേണ്ട ഇച്ഛാശക്തി അങ്ങേ വിശ്വാസങ്ങൾ സാധിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും എന്നും ദൈവമായ അങ്ങേ പുത്രനായ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥനകളെ കേൾക്കണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. കർത്താവ് ചെയ്യുന്നു. ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടുന്നു. കർത്താവിന്റെ വചനം.
കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, ആത്മാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്കും തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമ്മതമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധരോട് കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാര്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യൂദായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോടരുൾ ചെയ്തു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നതവർ കാണും.
ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസേഫ് പിതാവിന്റെ വർഷാചരണത്തിന്റെ മേഖലാതലത്തിലുള്ള സമാപനം ആഘോഷമായി നടത്തുവാൻ ഞാൻ മുൻകൈയെടുത്ത പ്രവനാവികാരിയച്ഛനെയും ഈ ഇടവവികാരിയെയും ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വികാരിമാരെയും സന്യസ്തരെയും ആത്മായ നേതാക്കളെയും ഈ ഇടവയിലെ ഓരോ മക്കളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഇന്നത്തെ പ്രാർത്ഥനകൾ എല്ലാം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ആരാധനക്രമത്തിലെ പ്രഥമ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, ആഗമനകാലത്തിലേക്ക്. ഈ ആഗമനകാലത്തിൽ നാം ഇപ്രകാരം വ്യാപരിക്കണമെന്നുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മുടെ മുന്നിൽ വിചിന്തനത്തിനായി അവതരിപ്പിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്, നമ്മൾ ഈ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ കർത്താവ് തന്നെ വ്യക്തമാക്കുന്നു, ഒരുപക്ഷെ എപ്പോഴാണ് കർത്താവ് വീണ്ടും വരുന്നത് എന്ന് നമുക്കാർക്കും തന്നെ കൃത്യമായി അറിയും. വരുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായ കാര്യമാണ് കർത്താവ് വരും. അതുപോലെ ഉള്ള ഒരു ഉറപ്പായ ഒരു കാര്യമാണ് നമ്മൾ മരിക്കും. നമ്മളാരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് ഒരിക്കൽ നമ്മൾ മരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. പിന്നെ ഭാഗ്യം ചെയ്താൽ മാത്രമാണ് കർത്താവിന് നമ്മൾ സ്വീകാര്യരായി മാറുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ജീവിതത്തിലെ പ്രത്യേകത സവിശേഷത ഉണ്ടായിരിക്കണം. ഈ ലോകത്തിന് നമുക്ക് സംഭാവന ചെയ്യുവാനുണ്ട്.
ലോകത്തിന് കൊടുക്കാവുന്ന സംഭാവന പണമല്ല. വിശ്വാസികളായ നമ്മൾ ലോകത്തിന് കൊടുക്കേണ്ടത് ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും കൊടുത്തുകൊണ്ട് നമുക്ക് മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. എത്രമാത്രം പണം കിട്ടിയാലും ആർക്കെങ്കിലും തികയുമോ? ഏറ്റവും വലിയ ധനികനോട് നമ്മൾ സംസാരിച്ചാലും അദ്ദേഹം പറയും ഈ പാവപ്പെട്ടവൻ എന്നേ പറയുന്നത്. കാരണം ഓരോ ധനികനും നോക്കുമ്പോൾ അയാളെക്കാൾ വലിയ ആളാണ്. അപ്പൊ അയാളുടെ മുന്നിൽ ഇയാൾ ദരിദ്രനാണ്. അപ്പൊ അതുകൊണ്ട് എന്തുമാത്രം പണം സമ്പാദിച്ചു, അതുകൊണ്ട് നമ്മൾ ധന്യരായി. പണമുള്ളവൻ പണക്കാരൻ എന്ന് വേണം നമ്മളെ പറയും. ആരോഗ്യം, ആരോഗ്യം എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യമുണ്ടെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കുമോ? ഈ ആരോഗ്യം പരിരക്ഷിക്കപ്പെടുന്നവര് അതിനുവേണ്ടി വ്യായാമമൊക്കെ എടുക്കുന്നവരാണ് നേരത്തെ മരിക്കുന്നതായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി. നേരെ മര്യാദയ്ക്ക് ജീവിക്കുന്നത് കുറച്ചുനാളും കൂടെ ജീവിക്കും. മറ്റേ ഈ ആയുസ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് ബസർത്ത് നടത്തുക, ഇങ്ങനെ ഇതെല്ലാം അത് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഡോക്ടർമാർ പറയുന്നു ഇവിടെ അവർ പറയുന്നതൊക്കെ പാലിക്കണം. പക്ഷെ എന്തെല്ലാം ചെയ്താലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ മരിക്കും, അത് ഉറപ്പ്. പക്ഷെ എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും, അത് മാത്രം നമുക്കറിയാം. അപ്പൊ ആ ഉറപ്പുള്ള കാര്യം, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും എന്ന് നമ്മൾ ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ എവിടെ പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സൗകര്യപ്രദമായി നാം ആരും മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പണ്ട് ധ്യാന ഗുരുക്കന്മാർ ഈ മരണത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു വിഷയമായിട്ട് എടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ പോപ്പുലർ മിഷൻകാരിലൊക്കെ നടത്തുമ്പോൾ ഒരു തലയോട്ടി ഒക്കെ കൊണ്ടുവന്ന് വെച്ച്, കാരണം നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റോമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ആൾപ്പെട്ടത്തിനൊക്കെ റോമിലും ഒക്കെ ഉണ്ടായിരുന്നവരുണ്ട്. അവരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കപ്പൂച്ചിൻസിന്റെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ എല്ലുകളുമുണ്ട്. എല്ലുകളുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്റെ അസ്ഥികൂടമൊക്കെ എടുത്ത് നല്ല മനോഹരമായി പൂക്കളായി ഒക്കെ. അത് അനേകം സന്യാസികളുടെ എല്ലുകളാണ്. ഒരു കാലത്ത് വളരെ തീവ്രമായി ദൈവത്തിന്റെ വചനമൊക്കെ പ്രഘോഷിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിരുന്ന സന്യാസികളുടെ എല്ലുകളാണ്. അവരവിടെ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് വലിയ ആരോഗ്യത്തോടു കൂടി ഒക്കെ കഴിയുന്ന നിങ്ങൾ നമ്മൾ ഈ മറ്റൊരു എഴുതി വെച്ച് കാണുന്നില്ലേ, ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് നീക്കൊക്കെ നാളത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കർത്താവ് പറയുന്നത് അത് കെണിപോലെ വരുമെന്ന്. എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ? സുഖലോലുപത ഇന്നത്തെ സുവിശേഷത്തെ നല്ല ഭംഗിയായിട്ട് മനോഹരമായ പാടി അവതരിപ്പിച്ചിട്ടുണ്ട്. സുഖലോലുപത, മദ്യാസക്തി, ജീവിതം വ്യക്തിരത. അപ്പൊ നമുക്ക് ഈശോ നേടിത്തന്നൊരു നിത്യജീവൻ, ആ ജീവൻ ആഘോഷിക്കുന്നവരാണ്, ആ ജീവനിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ജീവനെക്കുറിച്ച്, ജീവന്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ദാനമായി ലഭിച്ച ജീവൻ അത് ദാനമായി കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യണം. ശാരീരികമായ രീതിയിൽ മാത്രമല്ല, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. സമയാസമയങ്ങളിൽ കൃത്യമായി ഭക്ഷണം കഴിക്കും, ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. അതുകൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തെ നിലനിർത്താനേ പറ്റത്തുള്ളൂ. നമ്മുടെ ആത്മാവ്, നമ്മളെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ബാക്കി എല്ലാ സൃഷ്ടികളും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മണ്ണെടുത്ത് മെനഞ്ഞ് അതിനൊരു മൂപ്പുണ്ടാക്കി
ആ നാസാറിന്റെ കൂടെ വിശ്വസിച്ചു. അതാണ് മറ്റു മൃഗങ്ങളെക്കാൾ മനുഷ്യന്റെ പ്രത്യേകത. ദൈവത്തിന്റെ ശ്വാസമുള്ളവൻ, ദൈവത്തിന്റെ ശ്വാസമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവനാണ് മനുഷ്യൻ. അങ്ങനെ ആ ആത്മാവ് സർപ്പം തട്ടിയെടുത്തു. അങ്ങനെ തട്ടിയെടുത്തപ്പോഴാണ് ശ്വാസമില്ലാത്ത മനുഷ്യരായിട്ട് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ മാറിയത്. എന്നിട്ട് ആ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് രക്ഷകൻ വരികയും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്ത് ആ രക്ഷകൻ നേടിത്തന്ന ജീവനിൽ നമ്മൾ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് 4 ആഴ്ച നമ്മുടെ മുന്നിൽ. ഈ 4 ആഴ്ച നമുക്കിന്ന് ശക്തമായ തീരുമാനമെടുക്കണം. ഔസേപ്പ് പിതാവിന്റെ വർഷം സമാപിക്കാൻ വേണ്ടി വന്നിട്ട് പിതാവ് ഞങ്ങളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാനാണ്. പക്ഷെ നമ്മൾ ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആഗമന കാലത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കരുതലായിരിക്കണം. നമ്മളെപ്പോഴും കരുതലായിരിക്കണം, ജാഗരൂകരായിരിക്കണം. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രത്യാശയോടുകൂടി കാത്തിരിക്കണം. ചുമ്മാ ഒരു കാത്തിരിപ്പല്ല. മണവാളൻ വരും, അതുപോലെ തന്നെ കള്ളൻ വരും എന്നും പറയും. മണവാളൻ വരും, വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിച്ച് അവരുടെ കൂടെ മണികളിലേക്ക് പോകണം. അതുകൊണ്ട് വരുന്ന നിമിഷം നമുക്കറിയാത്തത് കൊണ്ട് ജാഗ്രതയോടെ വിളക്ക് കത്തിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളെ പോലെ ഈശോ കടന്നു വരുമ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ ഈ ആഗമന കാലത്തിൽ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കണം. ആസക്തികൾ, ഇവിടെ മദ്യാസക്തി എന്നാണ് ലൂക്കാസ് വിശേഷം പറഞ്ഞത്. പക്ഷെ അതൊരു പ്രതീകമായിട്ട് മാത്രം പറയുന്നു. പണത്തോട് ആസക്തിയുള്ളവർ, മദ്യത്തെക്കാട്ടിലും പണം ഒരു ആസക്തിയാകുമ്പോൾ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. സൗന്ദര്യം ഒരാസക്തി, അധികാരം വലിയ ആസക്തി, ആർഭാടങ്ങൾ ഭയങ്കര ആസക്തി. അപ്പൊ ഇങ്ങനെ സകലവിധ ആസക്തികളിൽ നിന്ന് മോചിതരാകണമെങ്കിൽ അങ്ങനെ എന്തിനെങ്കിലും കുറിച്ച് എനിക്ക് ആസക്തിയുണ്ടോ? അപ്പൊ മൊബൈല് അതൊരാസക്തിയായിട്ട് തീർന്നുണ്ട്. നമ്മുടെ കുട്ടികളൊന്നും മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കാലത്ത് നമ്മൾ പറയുവാൻ ഇപ്പം മൊബൈൽ കൊടുത്തില്ലെങ്കിൽ പോലീസുകാർ നമ്മളെ ആ ഒരു കാലമായി. പക്ഷെ ആ കുഞ്ഞുങ്ങൾ നശിക്കാനായിട്ട് ഈ മൊബൈല് കാരണമാണ്. എന്നാൽ അത് ശരിയായ രീതിയിൽ ഒരാസക്തി വരാതെ സൂക്ഷിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം. കൊച്ചു കുഞ്ഞുങ്ങൾ കരയാതിരിക്കാൻ വേണ്ടി മൊബൈലെടുത്ത് കയ്യിൽ കൊടുക്കും. അങ്ങനെ കൊടുത്ത് കൊച്ചിന്റെ കരച്ചിൽ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ മൊബൈൽ കയ്യിലില്ലെങ്കിൽ കൊച്ചു കരയും. ആ രീതിയിലാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ കൊടുക്കാനായിട്ടുള്ളത് സ്നേഹമാണ്. ആ കുഞ്ഞുങ്ങൾ എന്തിനാണ് കരയുന്നത് അത് മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക്, ഒരുപക്ഷെ നിങ്ങൾ അവരിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ അവരെ എടുത്ത് മാറോട് ചേർത്ത് വെച്ച് അവർക്ക് ഇത്തിരി ചൂട് കൊടുക്കുമ്പോൾ അവരുടെ ആ കരച്ചിൽ മാറും. പക്ഷെ നമ്മൾ എളുപ്പ വഴി നോക്കുന്നു. ഈ മൊബൈലോ അതിനുദാഹരണം അതുപോലെ എന്തെങ്കിലും ഈ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിന് പ്രയാസമുണ്ടാകും. ആ കുഞ്ഞ് വളർന്നു കഴിയുമ്പോഴും ആ കുഞ്ഞിന്റെ പ്രയാസങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതിനെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ ഉള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഭക്ഷണത്തോട് മദ്യത്തോടുള്ള ആശയം അതുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ മദ്യം കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും, പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാകും നേരത്തെ. പിന്നെ 25-ാം തീയതി ആകുമ്പോൾ പ്രതിജ്ഞ മുഴുവൻ ലംഘിക്കുകയും ചെയ്യും. അത് മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും പ്രതിജ്ഞ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. കുമ്പസാരിക്കുന്നവർ പാപത്തെക്കുറിച്ച് ബോധം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നത്. പക്ഷെ കുമ്പസാരിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വീണ്ടും പ്രലോഭ പിശാചുക്കൾ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ വീഴ്ത്തി. ഇനി അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുമ്പസാരിക്കില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കരുത്. നമ്മൾ എന്തുകൊണ്ടാണ് പാപത്തിൽ വീഴുന്നത്? നമ്മൾ ബലഹീനത. ഈ പറഞ്ഞ
ശാരീരികമായും മാനസികമായിട്ടും വൈകാരികമായ പല തലങ്ങളിലും നമ്മെ വീഴ്ത്തുന്നു. നാം അതിൽ അകപ്പെട്ടു പോകുന്നു വീണ്ടും വീണ്ടും. അതുകൊണ്ടാണല്ലോ ആരാധനക്രമം ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കും. ഈ ആഗമന കാലത്ത് നമുക്ക് ശക്തമായ പ്രതിജ്ഞ എടുക്കാം. എനിക്ക് കൂടുതൽ ആസക്തിയുള്ളത് ഭക്ഷണത്തോടാണ്, മദ്യത്തോടാണ്, മയക്കുമരുന്നോടാണ്, വസ്ത്രത്തോടാണ്, അധികാരത്തോടാണ്, വസ്തുക്കളോടാണ്, വ്യക്തികളോടാണ്. അത് നാം തിരിച്ചറിയും. ദൈവത്തെക്കാൾ ഉപരിയായി നിന്റെ പിതാവിനെയോ മാതാവിനെയോ സഹോദരിയോ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ദൈവത്തെ എല്ലാവർക്കുപരിയായി സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആഗമനകാലം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊക്കെ രീതിയിൽ നമ്മെ ഒരുക്കാനായിട്ട് നമുക്ക് സഹായകമാകണം. നമ്മൾ ഇന്ന് ഔസേപിതാവിന്റെ വർഷത്തിന്റെ സമാപനമാണ്. പിതാവ് ആഗമനകാലത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് മൊത്തം. പക്ഷെ നമ്മൾ ഔസേപിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ ജീവിതകാലം മുഴുവൻ സകലവിധ ആസക്തികളിൽ നിന്നും വിമുക്തമായ ഒരു ജീവിതം, വിരക്ത ഭർത്താവ് എന്നാണ് വിളിക്കപ്പെടുന്നത്. മറിയത്തിന്റെ വിരക്ത ഭർത്താവ് എല്ലാവിധ ആസക്തികളിൽ നിന്നും വിരക്തി നേടിയ ഒരു യഥാർത്ഥ വിശ്വാസം, ഒരു യഥാർത്ഥ പിതാവ്. ഇവിടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ബഹുമാനപ്പെട്ട ടോമസിന്റെ ആരോഗ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ 9-ാം പിയാസ് മാർപ്പാപ്പ വിശുദ്ധ യൂസേപ്പിനെ സാർവത്രിക സഭയുടെ സംരക്ഷകനായി മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിന്റെ 150-ാം വർഷമാണ് ഫ്രാൻസിസ് പാപ്പ ഈ യൂസേപ്പിതാവിന്റെ വർഷമായിട്ട് ആചരിക്കാൻ നമ്മളെ ആഹ്വാനിച്ചത്. നമ്മുടെ രൂപത അത് സ്വീകരിച്ചു ഉൾക്കൊണ്ടു. നമ്മുടെ വിവിധ തരത്തിൽ യൂസേപ്പിതാവിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇപ്പോൾ മേഖലാ തരത്തിലുള്ള ആഘോഷങ്ങളുടെ സമാപനത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്. രൂപത തരത്തിലുള്ള സമാപനം ഡിസംബർ 8-ാം തീയതി നമ്മുടെ ഭദ്രാസന ദേവാലയമായ വിമലയുടെ കണ്ണിൽ വെച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വർഷം ഔസേപിതാവിന്റെ വർഷം പ്രഖ്യാപിച്ച ഒരു അപ്പസ്തോലിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവിന്റെ ടൈറ്റിൽ തലക്കെട്ട് നിങ്ങൾക്കറിയാം. പാത്രിസ് പോർട്ടെ, പിതാവിന്റെ ഹൃദയം, ഒരു പിതാവിന്റെ ഹൃദയം. എന്നിട്ട് നമ്മൾ ആ അപ്പസ്തോലിക ലേഖനം വായിക്കുമ്പോൾ ഈ ഔസേപ്പിന് പിതാവായ ദൈവത്തിന്റെ ഹൃദയം, ഈ ഔസേപ്പിന് പുത്രനായ ദൈവത്തിന്റെ ഹൃദയം, ഈ ഔസേപ്പിന് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഹൃദയം. അപ്പോൾ ഔസേപിതാവിന്റെ ഈ വർഷം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും, ദൈവമേ നീ ഒരു ഹൃദയം തന്നിട്ടുണ്ടെങ്കിൽ ആ ഹൃദയം മാംസമാണ്. ചിലരുടെ ഹൃദയം കല്ലിന്റെ പോലെയായി, ഒരു വികാരമില്ല, വിചാരമില്ല, മനുഷ്യന്റെ വേദനകളൊന്നും ഉൾക്കൊള്ളാതെ കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരും ഒറ്റപ്പെടുന്നവരും അവഹേളിക്കപ്പെടുന്നവരും അതൊന്നും ഒരു വിഷയമല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന മനുഷ്യത്വമില്ലാത്ത വ്യക്തികളുടെ ഹൃദയത്തെക്കുറിച്ചാണ് കല്ലായ ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ ആരുടെ ഹൃദയം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാകെ നിന്റെ ഹൃദയം പോലെ ഒരു ഹൃദയം എനിക്ക് തരണമേ. അല്ലെങ്കിൽ നമ്മുടെ തിരുഹൃദയത്തോടും പരിശുദ്ധ അമ്മയുടെ വിപുല ഹൃദയത്തോടും പ്രാർത്ഥിക്കത്തില്ലേ, അവിടുത്തെ ഹൃദയത്തിന് അനുരൂപമാക്കി എന്റെ ഹൃദയത്തെ മാറ്റണമേ. അപ്പൊ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ നിന്റെ ഹൃദയത്തെ പോലെ എന്റെ ഹൃദയം രൂപപ്പെടുത്തണമേ എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ ബെനഡിക്ട് 16-ാം പാപ്പ യേശുപിതാവിനെ കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങൾ അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വചനം 19 മുതൽ 20 വരെയുള്ള വചനം, ആ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ബെനഡിക്ട് 16-ാം പാപ്പ ഇപ്രകാരം പറയുന്നത്. ആ വചനം ഇതാണ്. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
പിതാവ് ചെയ്ത് കാണുന്നതൊക്കെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇത് കർത്താവ് പറഞ്ഞതാണ്. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. കർത്താവ് പറയാം, പിതാവ് ചെയ്ത് കാണിക്കുന്ന അല്ലാതെ ഒന്നും പുത്രന് ചെയ്യാൻ പറ്റില്ല. ഈശോ ദൈവപുത്രനാണ്. പിതാവായ ദൈവം കാണിച്ചു കൊടുക്കുന്ന അല്ലാതെ ഒന്നും ചെയ്യാൻ തനിക്ക് കഴിയത്തില്ല. 20-ാം വചനം, എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ പിതാവുമായിട്ടുള്ള ആ ബന്ധമാണ് വ്യക്തമാക്കിത്തരുന്നത്. എന്നിട്ട് 16-ാം പാപ്പ അദ്ദേഹം പറയുകയാണ്, വിശേഷേപ്പ് പിതാവെന്ന നിലയിലുള്ള തന്റെ ദൗത്യങ്ങളെല്ലാം നിർവഹിച്ചു. തീർച്ചയായും അദ്ദേഹവും മറിയത്തോടൊപ്പം ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി സാബത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കായി സിനഗോഗിലേക്കും ഇസ്രായേൽ ജനത്തിന്റെ മഹാതിരുനാളുകൾക്ക് ജെറുസലേമിലേക്കും ഈശോയെ കൊണ്ടുപോയിരുന്നത് യോസേപ്പ് തന്നെയാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് എല്ലാ ദിവസവും 2 നേരം പ്രഭാതത്തിലും സന്ധ്യയ്ക്കും ഭക്ഷണ സമയത്തും പ്രധാന തിരുനാളുകളിലും യോസേപ്പ് പിതാവാണ് ആയിരിക്കണം ഭവനത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. നസ്രത്തിൽ എളിയ ഭവനത്തിൽ യോസേപ്പിന്റെ പണിശാലയിരുന്നാണ്. അനുദിന താളക്രമത്തിൽ പ്രാർത്ഥനകളും അധ്വാനവും ഇടപെട്ട് ചെയ്യാനും കുടുംബത്തിന് ആവശ്യമായ അപ്പം സമ്പാദിക്കുവാനുള്ള തന്റെ അധ്വാനം ദൈവത്തിന് സമർപ്പിക്കുവാനും ഈശോ പഠിച്ചത് യോസേപ്പിൽ നിന്നാണ്. ഈ യോസേപ്പിന്റെ പ്രാധാന്യം നമ്മൾ ഉൾപ്പെടുന്ന യോസേപ്പ് ഒന്ന് സംസാരിച്ചതായി നമ്മൾ വിശ്വസിക്കുന്നത് കാണും. പക്ഷെ യോസേപ്പിനെ കുറിച്ച് വ്യക്തമാക്കി തരുന്നത് മറിയം, ദൈവത്തിന്റെ അമ്മ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചെടുത്ത് സൃഷ്ടിക്കുണ്ടായി, ഒരിക്കലും മറിയം ഈശോയുടെ ഇത് നിന്റെ വളർത്തു പിതാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും നിന്റെ പിതാവും എന്തുമാത്രം ഉത്കണ്ഠാകുലരായി എന്ന് 12 വയസ്സൊക്കെ കാണാതെ ദേവാലയത്തിൽ വെച്ച് കണ്ടുപിട്ടൊക്കെ ചോദിച്ച്, ഞാനും നിന്റെ പിതാവും. പരിശുദ്ധ അമ്മ യോസേപ്പിനെ ദൈവത്തിന്റെ പിതാവായിട്ടാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള യോസേപ്പ് നമ്മൾ ധാരാളം മാതൃകകൾ നൽകുന്നു. ധാരാളം മാതൃകകൾ നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എടുത്തു പറയുന്നത് അവൻ നീതിമാനായിരുന്നു എന്നതാണ്. നീതിമാൻ എന്ന് പറയുമ്പോൾ ഒരു ലോജിക്കലായിട്ടുള്ള നീതിയല്ല. ഒരുത്തർക്ക് കൊടുക്കാനുള്ള കൊടുക്കുന്നു, കിട്ടാനുള്ള കിട്ടുന്നു. ഞാൻ ആദ്യം സാറിന് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ പറ്റും, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ദൈവം എന്റെ കാര്യങ്ങളാണ്. ചിലപ്പോൾ ചില കുടുംബത്തിൽ അങ്ങനെ ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, അല്ലെ ഭർത്താവ് ഭാര്യയോട് പറയും, അല്ലെ മാതാപിതാ മക്കളോട് പറയും, ദൈവം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നതാണ്. ഇതൊന്നും നീതിയല്ല. നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്താൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ സ്നേഹത്താൽ ചെയ്യുന്ന പ്രവൃത്തി. ആ നീതിപൂർവ്വം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മളിത്തിരി താഴ്ന്നാലും നമ്മളിത്തിരി വേദന ഏറ്റെടുത്താലും മറ്റുള്ളവർ വളരണം, മറ്റുള്ളവർക്ക് ഐശ്വര്യമുണ്ടാകും. എന്റെ വേദനകള്, എന്റെ കഷ്ടപ്പാട്, എന്റെ കുറവുകള്, എന്റെ പരിമിതികള്, ഇതൊക്കെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഒരു കുടുംബനാഥൻ എന്തുമാത്രം കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കും. അതേ തന്നെ കഷ്ടപ്പാടുകളെ കുറിച്ച് ചിന്തിച്ച് ഇനി ഞാൻ കഷ്ടപ്പെടുന്നില്ല, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടു, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ശരീരത്തിന് ആരോഗ്യമുള്ളവരെയും അധ്വാനിക്കുന്നവർ നമ്മുടെ കുടുംബമാണ്. രോഗം വന്നാലും എന്ത് കഷ്ടപ്പാട് വന്നാലും അധ്വാനിക്കും. അപ്പൊ ആ അധ്വാനത്തിന്റെ ചൈതന്യം ഈ യോസേപ്പിൽ നിന്ന് നമ്മൾ പഠിക്കണം. തൊഴിലിന്റെ മഹത്വം യോസേപ്പിൽ നിന്ന് നമ്മൾ പഠിക്കണം. അത് നമ്മൾ തൊഴിലാളികളാരും
മോശക്കാരാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. തൊഴിലാളികളെന്ന് ആരെയും മുദ്ര കുത്താനും പറ്റുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഭാഗമാക്കാവുന്ന പ്രവൃത്തികളാണ്. അത് മുതലാളിയും തൊഴിലാളിയും, തൊഴിൽ കൊടുക്കുന്നവൻ മുതലാളിയും തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി അങ്ങനെയൊന്നും വേർപെടുത്താനൊന്നും പറ്റില്ല. അത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി വിശേഷം. നമുക്ക് പറ്റിയ ജോലി നമ്മുടെ കഴിവനുസരിച്ച്, പരിചയമനുസരിച്ച്, അനുഭവമനുസരിച്ച് നമ്മൾ ചെയ്യും. ആ ഒരു ആത്മാവ് അല്ലെ ഞാൻ തൊഴിലാളിയാന്ന് പറഞ്ഞപ്പോൾ ഒരു തരം ഒരു അപകർഷബോധം നമുക്കുണ്ടാകും. ചിലപ്പോൾ അത് നമുക്ക് വലിയ ജോലിക്കാരും ആ രീതിയിൽ നമ്മളെ താഴ്ത്തി കാണും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ ആത്മ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരും ഒറ്റപ്പെടുന്നവരും ഇവരിലൊക്കെ യേശുവിനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മളെ എന്ത് കാര്യത്തിനും കംപ്ലൈന്റ്, എപ്പോഴും കുറ്റം പറഞ്ഞു, ഒന്നിനും ഒരു തൃപ്തി. യേശുപിതാവിന് കംപ്ലൈന്റ് പറയാനായിരുന്നെങ്കിൽ എന്തുമാത്രം കംപ്ലൈന്റ് അദ്ദേഹം നിശബ്ദനായി ശാന്തതയോടുകൂടി പ്രവർത്തിച്ചു. യേശുപിതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിശുദ്ധനാണ്. അഭിലാഷ് അമത്രേസ്യ സന്യാസിക്കുന്നവരുടെ ഓർത്ത് അമത്രേസ്യാണ് ഈ ഔസേപ്പിതാവിന്റെ വലിയൊരു ഭക്തനെ. ഞാൻ വേറൊരു ദിവസം വെച്ച് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു സിസ്റ്റർ മരിച്ചുപോയി. ഓരോ പ്രേമ സിസ്റ്ററായിരുന്നു. അവർ ഔസേപ്പിതാവിന്റെ കയ്യിൽ ഒരു സഞ്ചി അവര് നോക്കിയിട്ടാണ് വേറെ തൂക്കിയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും നിയോഗം വേണമെന്നില്ല, എന്തെങ്കിലും ആവശ്യം, ഇവരാ നിയോഗം സഞ്ചി കൊണ്ട് അവർ സാധിച്ചിരിക്കുകയും. എന്റെ ആരോഗ്യസ്ഥിതി ഈ ദിവസം വളരെ മോശം. എന്റെ മുറിയിൽ ഔസേപ്പിതാവിന്റെ രൂപയിൽ ഞാൻ വിരുന്ന രാത്രിയിൽ ഔസേപ്പിതാവിന്റെ അടുത്ത് എനിക്കറിയാം. ഇതുവരെ ഞാൻ അത്രയും ഞാൻ പറയും നാളെ മാരാമണ്ണ് പോയി ഞാൻ സമാപിക്കുന്നു. അതിനുള്ള ആരോഗ്യം തന്നില്ല, പ്രശ്നമാണ്. ഞാൻ മാരാമണ്ണ് പോയിട്ട് ഇവിടെ അവസരം ശക്തമായി ഇടം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉപകാരികളാണ്. അവരെ നമ്മൾ ആശ്രയിക്കുന്നു. അവരെ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കുന്നത് കുഴപ്പമില്ല, കിട്ടും. പക്ഷെ ദൈവം കൂടുതൽ സ്നേഹിച്ചത് അവരുടെ സഹായം നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടെയാണ് നമ്മൾ പ്രകടമാണ്. ദൈവം സ്നേഹിച്ച ഈ വ്യക്തിയെ ഈശോ പരിഗണിക്കും. ഈശോയെ അതുകൊണ്ട് നമ്മൾ ഈ വ്യക്തിയെ ആരാധിക്കുകയല്ല, ഈ വ്യക്തി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ സഹായം യാചിക്കും. നമ്മൾ ആദരിക്കുന്നത് ഈശോയെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെ ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നൊരു കുറവായിട്ട് ഒരിക്കലും കാണരുത്. അപ്പോൾ യേശുപിതാവ് ദൈവത്തിന്റെ ഹിതം കേൾക്കാനായിട്ട് എപ്പോഴും അവന്റെ മനസ്സും ഹൃദയവും ഒക്കെ പാകപ്പെടുത്തിയിരുന്നു. നമ്മൾ ഈ ബഹളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടും ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയാതെ പോകും. എന്തിനാണ് ഇത്ര വലിയ കഷ്ടപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തില് നമ്മൾക്ക് എന്തായാലും പ്രമാണങ്ങൾ പറയുന്നില്ലേ, ഒരു ദിവസമെങ്കിലും നീ പരിശുദ്ധമായി ആചരിക്കുക. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി അറിയാൻ വേറെ ഒരു ജോലി ചെയ്യില്ല. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ജീവിതം നമ്മൾ നിറവേറ്റിയാൽ അതിന്റെ അനുഗ്രഹം പക്ഷേ നമ്മളുടെ സ്വാഭാവികമായ സാധാരണ ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത്രയും കൂടെ കൂടുതൽ ജോലി ചെയ്താൽ അത്രയും കൂടെ കാശ് കിട്ടുമല്ലോ എന്നാണ്. പക്ഷേ നല്ല വിശ്വാസമുള്ളവരാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാശ് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസം. അത്തരമാണ് നമ്മൾ അറിയാതെ നമ്മളിപ്പോൾ ഈ പള്ളിക്ക് ഇങ്ങനെ ദശാംശം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഉള്ള കാര്യങ്ങളാണ്. ചിലർ പറയുന്നത് ഞാൻ എനിക്ക് തന്നെ പള്ളിയില്ല, പിന്നെ ചിലർ മുടങ്ങാതെ ദശാംശം കൊടുക്കുന്നവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലേ എൻ്റെ കൊണ്ട് കുറച്ച് കാശ് ഒരു പിതാവ് എന്തെങ്കിലും ഒരു സാമൂഹിക
ചാരിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ധാരാളം പേര് നമ്മുടെ കയറും. പക്ഷെ അവരൊന്നും വലിയ ധനികരൊന്നുമല്ല. പക്ഷെ അവരെ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ ഇല്ല 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 എന്ന് പറഞ്ഞു നടക്കുന്നത് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഔസേപ്പിതാവിന് ഒന്നുമില്ലായിരുന്നു, പക്ഷെ ഉണ്ടായിരുന്നു ദൈവത്തിലുള്ള വിശ്വാസം, നല്ല ആരോഗ്യം, ജോലി ചെയ്യാനുള്ള സന്നദ്ധത, ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നില്ല, ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നു. ഈ ആഗമന കാലത്ത് ഈ ചിന്തകൾ നമ്മെ പുതിയ മനസ്സിലാക്കി തീർക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും യാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ ജനിച്ചതുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യതയിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചതിനെ സൃഷ്ടിക്കപ്പെടാത്തവൻ പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരെ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യരെ തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡനം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ രീതികൾ അനുസരിച്ച് മൂന്നാം ദിവസം എടുക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വർത്തമാനിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ ലഭിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവനാഥാവും പിതാവിന്റെ പുത്രനും ദ്രോണവനും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരുടെ സംസ്കാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു. ദൈവവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങൾ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ എനിക്ക് പറയുകയും മരിച്ചവരുടെ ഉയർപ്പും മുതലേ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനം സത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം തുടങ്ങിയവരെ സുഖപ്പെടുത്താനും അവിടുന്ന് ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഈ കാലങ്ങളിലും സകല അവധികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. തിരുസഭയുടെ പാലകനായി വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത സർവശക്തനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും എല്ലാ അജപാലകർക്കും വിശുദ്ധ ഔസേപ്പിന്റെ മാതൃക അനുകരിച്ച് അടിയുറച്ച വിശ്വാസവും നീതിയും പുലർത്തി ദൈവഹിതമനുസരിച്ച് സഭയെ നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ഏകപുത്രൻ മനുഷ്യനായി പിറന്ന തിരുക്കുടുംബത്തിന്റെ പാലകനായി വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നിയോഗിച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്ന് മോചിച്ച് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്ന തിരുക്കുടുംബത്തിന്റെ ചൈതന്യം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മഹാമകളനായി തിരഞ്ഞെടുത്ത ദൈവമേ, പരിപൂർണമായ സമർപ്പണ ജീവിതത്തിലൂടെ എന്നും അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാ സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. ധാരാളം യുവതീ യുവാക്കൾക്ക് പൗരോഹിത്യ സന്യസ്ത ദൈവങ്ങളെയും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ തൊഴിലിനോട് ആത്മാർത്ഥതയും വിശ്വസ്തയും പുലർത്തിയ വിശുദ്ധ യൗസേപ്പിനെ തൊഴിലാളികൾക്ക് മാതൃകയായി നൽകിയ ദൈവമേ, വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും നൽകി ശക്തിപ്പെടുത്തുകയും തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്താനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ,
പ്രളയത്തിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തുരക്ഷിച്ചതിന് നന്ദി പറയുന്നു. പ്രളയ ദുരന്തത്തിൽ ഞങ്ങളുടെ ഈ മേഖലയിലെ ജനതകളെ സന്ദർശിക്കുകയും പ്രാർത്ഥനയാലും ദാനധർമ്മത്താലും ദുരിതാശ്വാസം നൽകിയ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഔദാര്യപൂർണമാക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണവിനാഴികയിൽ ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഒപ്പമായിരുന്നുകൊണ്ട് നൽമരണങ്ങളുടെ മധ്യസ്ഥനാകുവാൻ യൗസപിതാവിനെ അനുഗ്രഹിച്ച ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് നിത്യശാന്തി നൽകുകയും ഒരിക്കലുള്ള നൽമരണം നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകമറിയത്തിന്റെ വ്യക്തിപതിയും മനുഷ്യരക്ഷകന്റെ വളർത്തുതാവുമായ ഭാഗ്യപ്പെട്ട അംഗീകരിക്കുന്ന തിരുക്കുടുംബ പാലകനാട്ടത്തെ മാധ്യസ്ഥനായി ഈ മേഖലയിൽ ഓരോ ഭവനത്തിലെയും ഓരോ അംഗത്തെയും സമർപ്പിക്കും. കഷ്ടപ്പാടിന്റെയും രോഗത്തിന്റെയും വേദനയുടെയും സംശയങ്ങളുടെയും നടുവിൽ ഞങ്ങൾ നഷ്ടം ചെയ്യുമ്പോൾ അങ്ങയെപ്പോലെ ദൈവത്തെ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ഫലം അവിടുത്തെ സുതങ്ങളിലൂടെ ഞങ്ങൾക്ക് നേരിട്ടതാണ്. എല്ലാവരെയായി ദൈവത്തെ സ്നേഹിക്കുന്നവരും വിനയാന്യവരും നീതിബോധമുള്ളവരും അലസപാടും വെടിഞ്ഞ് ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവരും മാത്രം ഞങ്ങളെ മാറ്റണമേ. തിരുക്കുടുംബത്തിൽ നടന്നിരുന്ന സ്നേഹവും സമാധാനവും സ്വസ്ഥതയും പങ്കുവയ്ക്കുക. ഞങ്ങളുടെ ഈ ഭവനങ്ങളിൽ ഉറപ്പുവരുത്തുവാൻ ആദ്യവരങ്ങളായി ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന പരിസരത്തിന്റെ ഉദയത്തിന്റെ പ്രത്യേക മാധ്യസ്ഥ പരിശുദ്ധമായ ദൈവത്തിൽ എത്തിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു.
സർവ്വസകലപിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കാലാവസരമായ വണക്കത്തിന്റെ ഫലമായി അങ്ങ് നൽകുന്ന ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അംഗീകരിക്കുന്നത് യഥാർത്ഥവും ന്യായവും യോഗ്യവും പ്രഥമാഗമനത്തിൽ അവിടുന്ന് ഈ ശരീരത്തോട് സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിന്റെ മഹത്വത്തിൽ രണ്ടാമതുപോവാൻ ഞങ്ങളിപ്പോൾ ജാഗ്രതരായി കാത്തിരിക്കണമെന്ന് വാഗ്ദാനം അവസാന പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. പ്രധാനമാനോടും ഭദ്രാസനക്കാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ അവരെ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങേ പ്രവർത്തനയിൽ ഞങ്ങൾ പരിശുദ്ധം പരിശുദ്ധം പരിശുദ്ധം
അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമിതമായ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല. അതുകൊണ്ട് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ
മധുരമായി ഉയർത്തുന്ന സർഗാനുഭവമാക്കുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവനായകവും പരിപാലനമായി പറ്റി പ്രചരണ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ലഭ്യൻ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കും. അങ്ങ് ആഗ്രഹിച്ച് ബലിപുസ്തു അംഗീകരിച്ചു. അങ്ങേ തിരുകുമാരന്റെ ശരീരങ്ങളാൽ പരിപോഷിതരാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരാണ്. ഞങ്ങൾ ക്രിസ്തു ഒരു ശരീരം ഒരാത്മാവായി തീരാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളെ ബന്ധപ്പെട്ടവർക്ക് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യാലയ മാതാവായ പുറത്ത് കന്യാമയത്തോടും ആ കന്യയുടെ ഭർത്താവായ മകന്റെ യോസേഫിനോടും അനുഗ്രഹത്തെ അപ്പസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരും വന്നത് സന്നിധിയിൽ